ഞങ്ങൾ ഈ പറഞ്ഞ ബേപ്പൂർ മണ്ഡലത്തിലെ 82,000 വോട്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് മുതൽ പരസ്യമായിട്ട് പറഞ്ഞ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. 82,000 വോട്ട് പിടിക്കണം, കിട്ടും, അതിൽ കുറയില്ല. അപ്പം അതിനേക്കാൾ ഒരു 51 വോട്ട് കുറവാണ് 82,000-ത്തേക്കാൾ. അപ്പം എല്ലാ നിലയിലും എല്ലാ ശ്രമവും പൊതുവെ നടത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഓരോ തലത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ച് പോകുമ്പോൾ രണ്ടാം റൗണ്ടിലെ വോട്ടെണ്ണലിലെ പാറ്റേൺ ഒന്ന് പ്രത്യേകം ഞങ്ങൾ പരിശോധിക്കുക, പിന്നീട് പറയാം. രണ്ടാം റൗണ്ടിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അത് പിന്നീട് പരിശോധിച്ച് പോകാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതായത് കഴിഞ്ഞ തവണ പഴയ ബേപ്പൂർ പഞ്ചായത്തിൽ BJP ആയിരുന്നു രണ്ടാം സ്ഥാനം. രണ്ടാം റൗണ്ടിലെ 15 മുതൽ 28 വരെയുള്ള ബൂത്തുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ BJPയുടെ വോട്ട് വലിയ നിലയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടൊന്നും വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, UDFന്റെ വോട്ട് കൂടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരു കാരണമായിട്ട് പറയുന്നില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നേതാക്കന്മാർക്കും UDFന്റെ മുന്നണി പോരാളികളായ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ജനവിധിയെ ഞങ്ങൾ തികഞ്ഞ വിനയത്തോടെ സ്വീകരിക്കുകയാണ്. ജനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിലും ഐക്യജനാധിപത്യ മുന്നണിയിലും അർപ്പിച്ച വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായിരിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങളിലുമെല്ലാം ഞങ്ങളെ അകമഴിഞ്ഞ് കേരളത്തിലെ കോൺഗ്രസിനെയും UDFനെയും സഹായിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെജി,